ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ, വേണമെങ്കിൽ നമുക്ക് മൗദൂദി വൺ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ മീഡിയ വണ്ണിൽ ഈയിടെയായിട്ട് വരുന്ന പല പ്രോഗ്രാമുകളും ശുദ്ധ വർഗീയതയുടെ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതാണ് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ട് നിൽക്കുന്നത്. ആ പ്രോഗ്രാമിൽ നിന്ന് ഓരോ ദിവസവും ലോഡ് കണക്കിന് വർഗീയതയാണ് പുറത്തേക്ക് വരുന്നത്. വർഗീയത അല്ലെങ്കിൽ മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, അത് വ്യംഗ്യമായിട്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും, ഈ രീതിയിലുള്ള നെറേറ്റീവുകളാണ് അവർ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്തെ സുരേന്ദ്രൻ്റെ സാധ്യതകൾ, SDPI മത്സരിക്കുന്ന സിറ്റുവേഷൻ, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയായി ഔട്ട് ഓഫ് ഫോക്കസ് കാണാനിടയായി. അപ്പം അതിൽ ജിമ്മി ജെയിംസ്, അതായത് ജിമ്മി ജെയിംസ് ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മൗദൂദിയന്മാരെയും കടത്തിവെട്ടുന്ന രീതിയിലുള്ള സൂപ്പർ മൗദൂദിയനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജിമ്മി ജെയിംസ്. ജിമ്മി ജെയിംസ് പറയുന്ന അപകടകരമായ ഒരു നെറേറ്റീവ് ഉണ്ട്. അതായത് മഞ്ചേശ്വരം പോലെയുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ എന്തിനാണ് മറ്റ് മതസ്ഥർ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പറയാതെ പറയുന്നില്ല, ഓപ്പണായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഞ്ചേശ്വരത്തെ ആകെയുള്ള വോട്ടർമാരിൽ 1,35,000-ഓളം പേർ മുസ്ലിം വോട്ടർമാരാണ്. ഹിന്ദുക്കൾ ഏതാണ്ട് 75,000-ഓളം പേരും. ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്ത്യൻ വോട്ടർമാർ വെറും 10,000 മാത്രമേ മഞ്ചേശ്വരത്തുള്ളൂ. എന്നിട്ട് എന്തിനാണ് രണ്ട് അച്ചായന്മാർ അവിടെ മത്സരിക്കുന്നതെന്നാണ് ജിമ്മി ജെയിംസ് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ചോദിച്ചിരിക്കുന്നത്. അത് കേട്ട് സി ദാവൂദ്, അവരുടെ താത്വിക ആചാര്യനും ആസ്ഥാന വർഗീയവാദിയുമായ സി ദാവൂദ് ഇങ്ങനെ കുണുങ്ങിച്ചിരിക്കുന്നുണ്ട് പരിഹാസ രൂപേണ. അതായത് എന്തിനാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മറ്റ് മതസ്ഥർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നെറേറ്റീവാണ് കൊണ്ടുവരുന്നത്. ഒരു ഭാഗത്ത് എല്ലാവരും UDF വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. CPM ആണെങ്കിൽ LDF അവരുടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ പാടില്ല, UDF ജയിക്കണം, മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ തോൽപ്പിക്കണം. ഇപ്പോൾ SDPI മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവരെ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. SDPIയുടെ വോട്ട് ഇതേപോലെ വരുമ്പോൾ SDPI വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് സുരേന്ദ്രന് ഗുണമാവുമെന്ന് കണ്ടിട്ട് ഇപ്പോൾ SDPIയെ പ്രഷറൈസ് ചെയ്യുന്നു. PDP ആണെങ്കിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDF പിന്തുണയ്ക്കുന്നു. പക്ഷേ മഞ്ചേശ്വരത്ത് UDF BJPയെ തോൽപ്പിക്കണം. അതായത് BJPയുടെ വർഗീയതയ്ക്കെതിരെ ഈ പറയുന്ന എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു അപകടകരമായ നെറേറ്റീവാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ കൊണ്ടുവരുന്നത്. അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു മറ്റു മതസ്ഥൻ മത്സരിക്കുന്നത് എന്തോ ഒരു പാതകമാണ്, അല്ലെങ്കിൽ പരിഹാസ്യമായ ഒരു കാര്യമാണെന്നാണ് ഈ പറയുന്ന ജിമ്മി ജെയിംസും കൂട്ടാളികളൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് മീഡിയ വണ്ണിൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട. അതായത് കൃത്യമായിട്ട് തന്നെ അവർ വളരെ നൈസായിട്ട് ഇത്തരം അജണ്ടകൾ അവർ നടപ്പാക്കും എന്നുള്ളതാണ്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ എല്ലാ അർത്ഥത്തിലും അതിർവരമ്പുകൾ, അതായത് സെക്യുലറിസം എന്ന് പറയുന്ന ആ ടേമിൻ്റെയൊക്കെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് കീഴിലുള്ള ഒരു ചാനലാണ്. പക്ഷേ ഇവരെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ലേ എന്നതാണ് വളരെ സംശയകരമായൊരു കാര്യം. പ്രത്യേകിച്ച് ഒരു സമയത്ത് നിരോധനത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും അവർ യാതൊരു തരത്തിലും ഒരു അപ്പോളജറ്റിക്കും ആവാതെ ശുദ്ധ വർഗീയത ഓരോ ദിവസവും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെയുള്ള പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടായിരിക്കും, ഹിന്ദുത്വ വിമർശനത്തിൻ്റെ മറവിലായിരിക്കും. അതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയൊരു അജണ്ട. പറയാതെ പറയുക, ഒളിപ്പിച്ച് പറയുക, അതൊക്കെയാണ് അവരുടെ ഒരു ശൈലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനത്തിന് അതീതനൊന്നുമല്ല. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രശ്നാധിഷ്ഠിതമായുള്ള വിമർശനം ആർക്കും നടത്താൻ പറ്റുന്ന, പക്ഷേ കോമാളി എന്നൊക്കെ ഒരു ചാനലിൽ ഇരുന്ന് ഒരു ആങ്കർ, മീഡിയ വണ്ണിൻ്റെ ആങ്കർ പറയുമ്പോൾ എന്താണ് അവസ്ഥ? എത്രത്തോളം പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചാനൽ രംഗം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ. അതായത് നിന്ദ്യമായ രീതിയിൽ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ആളുകളെയൊക്കെ വിമർശിക്കുക. വിമർശനമൊക്കെ, വിമർശനത്തെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അല്പം മാന്യത പുലർത്തേണ്ട ഒരു ബാധ്യത പോലും ഇത്തരം മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ടയും വർഗീയവാദ അജണ്ടയും ഒക്കെയാണ് നിൽക്കുന്നത്. ഏതറ്റം വരെയും അധപതിക്കാൻ ഇവരൊക്കെ തയ്യാറാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്തരം ഔട്ട് ഓഫ് ഫോക്കസ് പോലെയുള്ള പരിപാടികളൊക്കെ. എന്തായാലും ഇതൊക്കെ ഫ്രീ റണ്ണോടുകൂടി കേരളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെയൊന്നും ആരും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കാനോ ഒന്നും ഇവിടെ ആരുമില്ല. ഈവൻ BJP പോലും ഇല്ല എന്നതാണ് ഒരു ഹാർഡ് റിയാലിറ്റി.